തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മുതിർന്നവരെ ആദരിക്കുകയും കരുതുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വിശുദ്ധ ദിവസമായി ഇന്ന് ദക്ഷിണേന്ത്യ സഭ, ഐക്യസഭകൾ ഇതിനെ കാണുമ്പോൾ, വേദപുസ്തകത്തിൽ യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിപ്പാർത്തിരുന്ന ഒരു വലിയ ഭക്തനായ ശുശ്രൂഷകനുണ്ടായിരുന്നു, ശിമയോൻ. ദ കൺസലേഷൻ ഓഫ് ഇസ്രയേൽ ഈസ് ദ പ്രോമിസ്ഡ് മസായ. ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ രാജാവായി ഒരു വാഗ്ദത്ത സന്തതിയായ മശിയായ്ക്ക് വേണ്ടി കാത്തിരുന്ന് കണ്ടവൻ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന ആ കർത്താവിൻ്റെ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കി വച്ചിരിക്കുന്ന നിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണു കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവനെക്കുറിച്ച് പറഞ്ഞതിൽ അവൻ്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. പിന്നെ ശിമിയോൻ അവരെ അനുഗ്രഹിച്ചു. അവൻ്റെ ആ അമ്മയായ മറിയയോട് അനേക ഹൃദയങ്ങളിൽ വിചാരങ്ങളെയും ഇവനെ ഇസ്രയേലിന് പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്നവ അടയാളമായി വച്ചിരിക്കുന്നു. നിൻ്റെ പ്രാണിൽ കൂടെയും ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ശിമിയോൻ മഹാപുരോഹിതൻ്റെ ഈ ശുശ്രൂഷകൻ്റെ അനുഗ്രഹം പ്രാപിച്ച യേശു. അപ്പോൾ നമ്മൾക്ക് ആ അനുഗ്രഹം പ്രാപിച്ച മാതാപിതാക്കളുടെ അനുഗ്രഹം, നമ്മളുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ അനുഗ്രഹം, ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസിൻ്റെ അനുഗ്രഹം, ദൈവ ശുശ്രൂഷകരുടെ അനുഗ്രഹം, പ്രായമുള്ള ദൈവ ശുശ്രൂഷകരുടെ അനുഗ്രഹം, കുറഞ്ഞ പക്ഷം അനുഗ്രഹമൊന്നും കിട്ടിയില്ലെങ്കിലും നീ ഒരുത്തന്നെ ശാപം വാങ്ങിച്ച് കെട്ടരുത്. വിശേഷ പ്രായമുള്ളവരുടെ, വിശേഷ ശുശ്രൂഷകരുടെ. കാരണം അവർ ആ ശുശ്രൂഷയിൽ അവർ അനുഗ്രഹിക്കുന്നത് ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പനയാണ്. യേശു കർത്താവിന് കൊടുത്ത കൽപ്പനയിൽ യേശു കർത്താവിനെ അനുഗ്രഹിച്ച ആ ജീവിച്ചിരുന്ന ആ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞ യേശുവിനെ കൈകളിലേന്തിയാണ് ലോകത്തിൻ്റെ രക്ഷകനെ, യഹൂദൻ്റെ രാജാവിനെ, പ്രോമിസ് ചെയ്തിരുന്ന രാജാവിനെ ഞാൻ കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് വീട്ടിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവരെ ആദരിക്കാനും അവരെ അനുസരിക്കാനും അവരെ ബഹുമാനിക്കുവാനും സാധിക്കണം. നാട്ടിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ, അയൽവക്കങ്ങളിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും സാധിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ നീ ഞെളിഞ്ഞ് നടന്ന് നീ കാളാകാൻ ഒക്കുകയില്ല, നീ ഒന്നും ആവുകയില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ വിനയത്തോടെ നടന്ന് വിശുദ്ധിയോടെ നടന്ന് ആദരിക്കപ്പെടുമ്പോഴാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ വചനത്തിൽ മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും, വിശേഷ പ്രായമുള്ളവരെ, അവരുടെ ജീവിതത്തിൻ്റെ കെൽപ്പ് കുറയുമ്പോൾ, അവരുടെ ജീവിതത്തിൻ്റെ ആരോഗ്യം കുറയുമ്പോൾ, അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവർക്കൊരു കുറവ് സംഭവിക്കുമ്പോൾ, അവരുടെ ആ ശക്തി കുറയുമ്പോൾ അവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചെടുക്കുന്ന ആ ഒരു വലിയ അനുഭവം ഉണ്ടാകണം. അതാണ് സന്തോഷം. അത് കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും വലിയ സന്തോഷമാണ്. വ്യക്തിപരമായി ഞാനൊരു വൈദികനായിരുന്നപ്പോൾ ഒക്കെ സ്നാനപ്പെടുത്തിയവരെയും വിവാഹം കഴിപ്പിച്ചവരെയും അപ്രകാരം വിവിധ ശുശ്രൂഷകൾ ചെയ്തിട്ടുള്ളവരെയും എഴുത്തിനിരുന്ന് അക്ഷരം എഴുതിച്ചവരെയും ഒക്കെ അവർ കാണുമ്പോൾ, വീണ്ടും കാണുമ്പോൾ അവരത് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഓർമ്മകളിൽ ഇല്ലാത്തതാണ്. എന്നാൽ അത് വലിയൊരു അനുഗ്രഹമാണ്. അവരെ പിന്നെയും നമ്മൾ അനുഗ്രഹിക്കുവാനും അവരെ ആദരിക്കുവാനും നമ്മൾക്ക് തോന്നലുണ്ടാവും. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹം വാങ്ങിച്ചെടുത്തോണം. പ്രായമുള്ളവരിൽ നിന്നും, ഗുരുക്കന്മാരിൽ നിന്നും, സഭയുടെ പിതാക്കന്മാരിൽ നിന്നും, ശുശ്രൂഷകരിൽ നിന്നും, അതേത് ശുശ്രൂഷകരിൽ നിന്നും, വേദപുസ്തകം കൊണ്ട് നടക്കുന്ന ആരുമായിക്കോട്ടെ, ഏത് സഭാ വിഭാഗത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് മതസ്ഥരായിക്കൊള്ളട്ടെ, അവരിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചെടുക്കുവാൻ കരുതിക്കൊള്ളണം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവ്, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഇറങ്ങണമേ. ആ ഒരു തീരുമാനം എടുത്ത് മുൻപോട്ട് നീങ്ങുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MP മാർ, MLA മാർ,
ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, വിവിധ ലോകത്തെങ്ങാടും വിവിധ രാജ്യങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, കർത്താവിൻ്റെ കരുണ കൃപ കൂടെ ഇരിക്കണമേ. സ്കൂളുകൾ, കോളേജുകൾ, വിദ്യാർത്ഥികൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ എപ്പേർപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കണമേ. WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, ബെഡിഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, വിവിധ തരത്തിലുള്ള എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഓൾഡ് ഏജ് ഹോമുകൾക്കായി പ്രത്യേക സ്തോത്രം പ്രാർത്ഥിക്കുന്നു. സാധുക്കളായ ആളുകൾക്ക് വേണ്ടി പെയ്ഡായിട്ടുള്ളതും നോൺ പെയ്ഡായിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നമ്മളൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന ധാരാളം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകരുണ്ടല്ലോ, അവർക്കെല്ലാം ആരോഗ്യവും ബലവും അത് നടത്തുന്നവർക്കായും പ്രാർത്ഥിക്കുന്നു. അപ്പേർപ്പെട്ടവരെയും നീ അനുഗ്രഹിച്ച് ആശീർവദിച്ചാട്ട്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ദൈവത്തിൻ്റെ കൃപയുള്ള കരുതലിനും കാവലിനും നിങ്ങളെ പരിമേൽപ്പിക്കുന്ന കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കട്ടെ. കർത്താവ് തന്നെ ദൈവപ്രസാദം ഉയർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവെന്ന ത്രിയേക ദൈവത്തിന് നിരന്തര സാന്നിധ്യ സഹായം ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും, അവരുടെ കുടുംബങ്ങൾക്കും, അവരുടെ തലമുറകൾക്കും എന്നും എന്നേക്കും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.